ഹായ്, ഗുഡ് മോർണിംഗ്. SBI ഉള്ളതാണ്. റഹീമിൻ്റെ ഇംഗ്ലീഷാണ് ഇപ്പോൾ ഒരു വലിയ ട്രോൾ എലമെൻ്റാക്കി മാറ്റിയിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരുടെ നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാഷ, അവരുടെ രൂപം, അവർ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഒരു ട്രോളാക്കി പരിഹസിച്ച് ഉയർത്തിയ വിഷയത്തിൻ്റെ മെറിറ്റ് റദ്ദാക്കുക. അപ്പോൾ നമുക്ക് ആ ട്രോളിൽ നിന്ന് തുടങ്ങാം. Government of Karnataka officer said this is purely belongs to government property. It's a GBA property. That's why we have to did the demolition. So, can you the government of Karnataka make a audit in Karnataka city regarding this how many of them? So the government. So because why did here? Why only the poor? Why only the poor? Why only the poor? So do you have courage, the Siddaramaiah, to go bulldozer raj with the illegal construction to the rich people? Do you have the courage? കണ്ടല്ലോ, അതെ, റഹീമിൻ്റെ ഇംഗ്ലീഷ് മോശമാണ്. അദ്ദേഹം ഒരു സായിപ്പിൻ്റെ മകനൊന്നുമല്ല, ഒരു പ്യുവർ മലയാളിയാണ്. നാട്ടുംപുറത്തും, അതായത് വെഞ്ഞാറമൂടിന് സമീപം വെമ്പായത്തുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള വാപ്പായുടെ മകനാണ് അദ്ദേഹം. ഇംഗ്ലീഷ് അരച്ച് കലക്കി കുടിച്ച് വ്യാകരണം മുഴുവൻ മനഃപ്പാഠമാക്കിയ വ്യക്തിയല്ല. സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ച് സാധാരണക്കാരുടെ ശബ്ദമാകാൻ സ്വയം പാകപ്പെട്ട ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള വ്യക്തി കഴിഞ്ഞ ദിവസം ബംഗളൂരുവിൽ, അതായത് ഉറങ്ങിക്കിടന്ന മനുഷ്യരെ ഒരു രാത്രിയിൽ അവർക്ക് മേലേക്ക്, ഈ നാട്ടിൽ ജനാധിപത്യമാണ്, രാഷ്ട്രീയ പാരമ്പര്യമുള്ളവരാണ്, ഈ രാജ്യത്തിൻ്റെ മുത്തശ്ശി പാർട്ടിയാണെന്ന് പറയുന്നവർ ഫക്കീർ ഖാൻ കോളനി എന്ന പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥതയുണ്ടല്ലോ. ഈ നാട്ടിൽ ന്യൂനപക്ഷ വിരുദ്ധത എങ്ങനെയാണോ സംഘപരിവാറിൻ്റെ ഉള്ളിലുള്ളത്, അതേ ശാഖയിൽ നിന്ന് ട്രെയിനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബാലാരിഷ്ടതകൾ കിടക്കുന്ന ഒരു രാഷ്ട്രീയമാണല്ലോ ഈ പറയുന്ന കോൺഗ്രസും. അവർക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിൻ്റെ മുന്നിലോ മാധ്യമങ്ങളിലോ വരാതിരുന്നപ്പോൾ 1000-ഓളം മനുഷ്യർ, 180 കുടുംബങ്ങൾ, അവർ ഉറക്കെ നിലവിളിച്ചപ്പോൾ ആ ശബ്ദം പുറത്ത് കേട്ടിട്ടില്ല. ആ ശബ്ദം പുറത്ത് കേൾപ്പിക്കാൻ വേണ്ടി ഓടിയെത്തിയെന്ന് ഒരു ജനപ്രതിനിധി അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ധാർമ്മിക ഉത്തരവാദിത്വം അവിടെ പോയി നിറവേറ്റിയപ്പോൾ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ചാനലിന് കൊടുത്ത പ്രതികരണത്തിൽ, അല്ലെങ്കിൽ തെലുങ്ക് ചാനലിന് കൊടുത്ത പ്രതികരണത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാഷ കുറച്ച് പ്രശ്നമായിപ്പോയി. അദ്ദേഹത്തിന് ചില ചോദ്യങ്ങളിൽ ഇംഗ്ലീഷ് കൊണ്ട് ഉത്തരം പറയാൻ പറ്റിയില്ല. അപ്പോൾ അതിൽ പരിഹസിച്ചാൽ, അതിനെ ഉയർത്തി അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടെ ഈ ആയിരക്കണക്കിന് മനുഷ്യരെ ഈ പറയുന്ന ഫക്കീർ ഖാൻ കോളനിയിൽ നിങ്ങൾ വഴിയാധാരമാക്കിയല്ലോ. ആ വിഷയം ലീഗന്മാർക്കും സംഘപരിവാറുകാർക്കും കോൺഗ്രസ്സുകാർക്കും മൗദൂദികൾക്കും ജമാഅത്ത് ഇസ്ലാമിക്കാർക്കും ഒരുമിച്ച് നിന്ന് മറയ്ക്കാൻ പറ്റുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? അയാളുടെ ഭാഷയുടെ വ്യാകരണം തേടി പോകുന്നതിന് മുന്നോടിയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങൾ ഈ നാട്ടിൽ മതേതരത്വമാണെന്ന് ന്യൂനപക്ഷ സംരക്ഷകരാണെന്ന കാപട്യം ചമഞ്ഞ് നടക്കുന്ന സമ്പന്ന വിഭാഗത്തിൽപ്പെട്ട ലീഗിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും സംഘപരിവാറിൻ്റെയും നേതാക്കന്മാരുടെ മനോഭാവം തുറന്നു കാട്ടപ്പെട്ട സന്ദർഭമാണ്. അതിനെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു. ആ നിലവിളികൾക്ക് ഒപ്പം നിന്നു. ആ നിലവിളി രാജ്യത്തെ കേൾപ്പിച്ചു. ആ വിഷയത്തിൽ ഒരു നടപടി ഉണ്ടാക്കാൻ പോകുന്നു. അവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി സർക്കാരിനെ നിർബന്ധിതരാക്കുകയാണ്. അങ്ങനെ ഈ നാട്ടിൽ മതേതരർ എന്ന പേരിൽ കോൺഗ്രസിനകത്തും അല്ലെങ്കിൽ ലീഗിനകത്തൊക്കെ ഒളിച്ചിരിക്കുന്ന സമ്പന്ന വിഭാഗക്കാർ സാധാരണക്കാരായിട്ടുള്ള പട്ടിണിപ്പാവങ്ങളായിട്ടുള്ള മനുഷ്യരോട് കാണിക്കുന്ന നെറുകേടിനെ അഡ്രസ്സ് ചെയ്യാൻ അയാളുടെ ആ മുറി ഇംഗ്ലീഷിന് കഴിഞ്ഞെങ്കിൽ അയാളാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച മനുഷ്യനെന്ന് പറയേണ്ടി വരികയാണ്. ആ പറയുന്ന ഈ കോളനിയിൽ, ആ പേര് പെട്ടെന്ന് വിട്ടു, ആ കോളനിയിൽ ഇത്രയും മനുഷ്യരുടെ ശബ്ദം ഇന്നിപ്പോൾ എങ്ങനെയാണ് ചർച്ചയാകുന്നത്? ഒരു രാത്രിയിൽ ഇത്രയും മനുഷ്യരെയും കുട്ടികളെയും സ്ത്രീകളെയും ഗർഭിണിയായവരെയൊക്കെ ഇങ്ങനെ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ ഇവരൊക്കെ മനുഷ്യരാണോ? ആ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനത്തെ അവർ ഇപ്പോൾ പുനരധിവസിപ്പിക്കാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. എവിടെയെങ്കിലും കേട്ട് കേൾവിയിട്ടുണ്ടോ? ഒരു ചേരി ഒഴിപ്പിക്കുന്നതിന് തൊട്ട് മുന്നോടിയായിട്ട് രാത്രിയിൽ അവരെന്ത് ചെയ്യുമെന്ന് പോലും നോക്കാതെ, നോട്ടീസ് കൊടുക്കാതെ, ഇവരിനി എന്ത് ചെയ്യുമെന്നുള്ള ആകുലത പോലുമില്ലാതെ ഭരിക്കാൻ കിട്ടിയ അവസരത്തിൽ അവരുടെ വോട്ട് കൂടി വാങ്ങിച്ചതിന് ശേഷം ഈ തെമ്മാടിത്തം ചെയ്തവർ ഇന്നിപ്പോൾ റഹീമിനെ പരിഹസിക്കുന്നുണ്ടെങ്കിൽ ആ പരിഹാസത്തെ ഈ നാട് അഭിമാനപൂർവ്വം ഒരു പൊൻതൂവലായിട്ട് ഏറ്റെടുക്കുകയാണ്. അതേടോ, ഞങ്ങളെല്ലാം ഇംഗ്ലീഷിൽ വളരെ പ്രാവീണ്യം കുറഞ്ഞവരാണ്, ഇംഗ്ലീഷ് ഭാഷ ഞങ്ങൾക്ക് അറിയില്ലെന്നേ. ഞങ്ങൾ പ്യുവർ മലയാളികളാണ്. ആ മലയാളികളായിട്ടുള്ളവർ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലെ മനുഷ്യർ ആക്രമിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ അവരെ ഭരണകൂടം
ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിൻ്റെ മർദ്ദനോപാധിയെ പ്രയോഗിച്ചുകൊണ്ട് വഴിയാധാരമാക്കുമ്പോൾ അവർക്കൊപ്പം ഞങ്ങളുടെ മുറി ഇംഗ്ലീഷ് വെച്ച് ഞങ്ങൾ ഒപ്പം നിന്നെന്നേ. ആ നീറുന്ന പ്രശ്നം ജനങ്ങളുടെ മുന്നിൽ അഡ്രസ്സ് ചെയ്യിച്ചെന്നേ. അതിൽ അവർക്കിപ്പോൾ പരിഹാരമുണ്ടാകാൻ പോവുകയാണ്. ആ പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞതാണ് ഞങ്ങളുടെ മുറി ഇംഗ്ലീഷിനപ്പുറം ഞങ്ങൾ അഭിമാനം കൊള്ളുന്ന കാര്യം. അതുകൊണ്ട് എ റഹീമിൻ്റെ ഭാഷയെ ട്രോളിക്കൊണ്ട്, നിങ്ങൾക്ക് ആ വ്യക്തിയെ പരിഹസിച്ചുകൊണ്ട്, ആ വ്യക്തിയെ ട്രോളിക്കൊണ്ട് അയാൾ ഉയർത്തിയ രാഷ്ട്രീയത്തെ റദ്ദാക്കി കളയാമെന്നൊന്നും സ്വപ്നം കാണണ്ട. റഹീം ഉയർത്തിയ വിഷയമെന്താൽ ആ നാട്ടിലെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയവർ, ഈ നാട്ടിൽ മുസ്ലിങ്ങളുടെ സംരക്ഷകരെന്ന് സ്വയം വാചാടോപം നടത്തുന്നവരുടെ യഥാർത്ഥ രൂപമാണ് നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാട്ടിയത്. അതിനെ അവിടെ പോയി അവർക്കൊപ്പം നിന്ന് ആ വിഷയത്തെ രാജ്യാന്തര തലത്തിലേക്ക് ഒരു ചർച്ച എത്തിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ വരെ പുറത്തു വരാതിരുന്ന മാധ്യമങ്ങൾക്ക് വരെ പണം കൊടുത്തിരുന്നവർ അതിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഇടതുപക്ഷത്തിൻ്റെ നേതാവ് എന്നുള്ള നിലയ്ക്ക് റഹീമിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിനപ്പുറം ആ നാട്ടിലെ മനുഷ്യരുണ്ടല്ലോ, ഏത് എല്ലാം നഷ്ടപ്പെട്ട് ആശ്രയമറ്റുപോയ മനുഷ്യരുണ്ടല്ലോ, അവരുടെ മനസ്സിലെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ മൂല്യം. ഒരു മനുഷ്യൻ ആയി പിറന്നവൻ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, അത് ഏത് മനുഷ്യരുടെ, സമ്പന്നരുടെ പ്രശ്നമല്ല. ഇംഗ്ലീഷിലെല്ലാം വാക്സാമർഥ്യമുള്ള ഒരുത്തനും പോയി തിരിഞ്ഞു നോക്കാത്തിടത്ത് അദ്ദേഹം ആ ഭാഷയും വെച്ചുകൊണ്ട് ഒരുപക്ഷെ ഈ കന്നഡയും അല്ലെങ്കിൽ തെലുങ്കൊക്കെ അത്ര വശമല്ലാത്ത ഒരു വ്യക്തിക്ക് അവിടെ പോയി കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വരുമെന്ന് അറിയാമായിരുന്നിട്ടും ഓടി അവർക്കൊപ്പം ചെന്നു. അവിടെ ഈ വഴിയാധാരമാക്കിയപ്പോൾ അതിന് ഒപ്പം നിന്ന് കൈയടിച്ചു കൊടുത്ത മുസ്ലിം ലീഗുകാരും അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി മൗദൂദിക്കാരെല്ലാം ആ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ഓടിയെത്തിയില്ലെങ്കിൽ പോലും ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ അവിടെ എത്തി അവർക്ക് ഒരുക്കിയ ആ ഒരു തണലുണ്ടല്ലോ, അവർക്ക് ഒരുക്കി കൊടുത്ത സുരക്ഷിത കവചമുണ്ടല്ലോ, അതുകൊണ്ട് ഇന്നിപ്പോൾ നിർബന്ധിതരായിട്ട് ഇനി എന്ത് ചെയ്യാൻ പോകുന്നോ അതിനെല്ലാത്തിനും റഹീമിൻ്റെ ആ സാന്നിധ്യവും റഹീമിൻ്റെ ഇടപെടലും അദ്ദേഹം ചിത്രീകരിച്ച് പുറത്തേക്ക് വിട്ട വീഡിയോയ്ക്കൊക്കെ ഒരു വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ അവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ദുരിതത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുറി ഇംഗ്ലീഷ് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ അതേടോ ഞങ്ങൾ സായിപ്പിൻ്റെ മക്കളല്ല, ഞങ്ങൾ മലയാളിയാണ്, സാധാരണക്കാരനാണ്, ഇവിടുത്തെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു വളർന്നവരാണ്, മലയാള ഭാഷ ഞങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം അഭിമാനമാണ്, ഞങ്ങൾ സായിപ്പിൻ്റെ ഭാഷ സംസാരിച്ച് ഈ നാട്ടുകാരുടെ മുന്നിലെ അഭിനന്ദനോ അതിൻ്റെ പൊന്നാടയോ ആഗ്രഹിക്കാത്തവരാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇംഗ്ലീഷ് ചിലപ്പോൾ മോശമായിരിക്കുമെന്നേ, പക്ഷേ ഭാഷ വശമല്ലാത്ത പട്ടിണി പാവങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഉണ്ടാകും. റഹീമിനെ പോലുള്ളവർ അവരുടെ ശബ്ദമാകും. അതുകൊണ്ട് നിങ്ങൾ പരിഹസിക്കുന്നത് ആ വിഷയത്തെ റദ്ദാക്കാനാണ്. അത് ജനം മനസ്സിലാക്കുക. ഞങ്ങൾ സായിപ്പിൻ്റെ മക്കളല്ല എന്നുള്ള കാര്യം ആവർത്തിച്ച് പറയുന്നു. റഹീമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഒരു പരിപൂർണ രൂപം കൂടി നിങ്ങളെ കേൾപ്പിക്കുകയാണ്. Rahim ji, you today you visit to here. You talk to the people. What they said to you? Actually, they are real victims. This is very unfortunate and unconstitutional activity done by the Siddharamaya-led government, Congress-led government. This is quite unfortunate. This is quite unfortunate and unconstitutional. Actually, more than 180 people, 180 houses were vandalized by the bulldozer Raj. So, what is the rational explanation of the state government of Karnataka? So there is no justification. So this is this bulldozer Raj is the reputation of the UP and other BJP-led government. What is the difference between the BJP government and the Congress-led government? AICC must answer. Why did Sonia Gandhi keep mums? Why did Rahul Gandhi keep mums? So you please look at this. After the whole bulldozer Raj, these victims, the 180 houses and more than 1,000 of people, all of them are Muslims and Dalits. All are marginalized people. So, without further delay, the state government of Karnataka must take launch an inquiry. A fair inquiry in this regard, stop the further demolition, and the third one is that the dignified rehabilitation is the need of the hour. So we are demanding for the same. And and as a political question, I would like to ask to the Congress, AICC, and the state government of Karnataka, how can you explain this anti-constitutional activity? So this is same like unfortunately. Siddharamaya acting as Yogi Adityanath. You are from Kerala. Yes.
now you support to the Karnataka people. I appreciate you. Nothing. But any already some Congress people have said it's a purely political agenda. Actually, see, this is very clear that 180 houses were demolished. The demolition and the bulldozer Raj was well prepared execution by this government. So, which means the government aware, orchestrated, the government sponsored and well planned orchestrated execution was done here. So government want to explain it. So this is a political decision. Say Congress-led government is here in Karnataka without a political will. Without a political will, how an administration can do this? Can do this? So this is a political will, the political agenda. There's a political decision was done by the Congress-led government, Siddaramaiah government. They decided by political. And the administration has executed by their mechanism. So 180 people, where is the rehabilitation? Where is the minister? Where is the minister? No one come here and meet these victims here. But government of